സനാതനധർമ്മം ഫ്യൂഡൽ വ്യവസ്ഥയുടെ ഭാഗമാണെന്നും സനാതനധർമ്മത്തെക്കുറിച്ച് കേരളം ചർച്ച ചെയ്യണമെന്നും CPM സ്റ്റേറ്റ് സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കൃത്യമായ അർത്ഥം അറിയാതെയാണ് സനാതനധർമ്മത്തെക്കുറിച്ച് പലരും സംസാരിക്കുന്നത്. ചാതുർവർണ്ണയവുമായി ബന്ധപ്പെട്ട സനാതനധർമ്മത്തെ ന്യായീകരിക്കാനാണ് കോൺഗ്രസും VD സതീശനും ശ്രമിക്കുന്നത്. ആചാരങ്ങൾ മാറ്റരുത് എന്നാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറയുന്നത്. ആചാരങ്ങളെ എതിർത്താണ് മന്നത്ത് പത്മനാഭൻ സാമൂഹിക പരിഷ്കരണം നടത്തിയതെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കേരളത്തിലെ കർഷക തൊഴിലാളികൾ, കൃഷിക്കാരുൾപ്പെടെയുള്ള ജനവിഭാഗം സനാതനധർമ്മത്തിന്റെ ഭാഗമായിട്ട് ഉച്ചസ്ഥലത്തിലേക്ക് മുമ്പോട്ടേക്ക് വന്നവരാണോ? ശുദ്ധ അസംബന്ധങ്ങൾ എഴുന്നള്ളിക്കുക. സനാതനധർമ്മം എന്ന് പറയുന്ന പദം തന്നെ ഉപയോഗിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെയാണെന്നാണ്. നിഘണ്ടുവിൽ തന്നെ അതിൻ്റെ കൃത്യമായ അർത്ഥമുണ്ട്. ഹിന്ദുത്വ മുഖത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശരിയായ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ നീക്കാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ സനാതന ധർമ്മത്തിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ വെള്ളപൂശാൻ വേണ്ടിയിട്ടാണ്, അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ അകത്ത് VD സതീശൻ ശ്രമിക്കുന്നത്. ഫ്യൂഡൽ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള അടിമത്ത തുല്യമായി ജീവിച്ച ഈ കേരളം ഉൾപ്പെടെയുള്ള പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തിയ എന്തെങ്കിലും സനാതനധർമ്മത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ടോ? മന്നത്ത് പത്മനാഭൻ ഉണ്ടായത് എന്തുകൊണ്ടാ? മഹത്തായ ആശയങ്ങൾ ഉൾക്കൊണ്ട് നവോത്ഥാന മൂല്യങ്ങൾ ഉൾപ്പെടുത്തി അധസ്ഥിതരായ ജനവിഭാഗങ്ങളോടൊപ്പം നിന്ന് സവർണ വിഭാഗത്തിന്റെ ഭാഗമായി ജാഥ നയിച്ച് വൈക്കത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മാർച്ച് നടത്തുന്ന നേതൃത്വം കൊടുത്ത് അവിടെ ഇവിടെയെല്ലാം ഉള്ള പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ച് അനാചാരങ്ങൾക്കെതിരായി പൊരുതിയ മഹത്തായ പാരമ്പര്യത്തിൽ നിന്നാണ് മന്നത്ത് പത്മനാഭൻ എന്ന ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന നായകരുണ്ടായത്.